നമസ്കാരം. മമ്മൂട്ടി ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ഖാലിദ് റഹ്മാൻ ചിത്രം ഡ്രോപ്പ് ആയോ? ഇതാണ് ഏവരും വളരെയധികം സംശയമായിട്ട് കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നിൽക്കുകയാണ്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലും മറ്റ് സോഷ്യൽ മീഡിയ പേജുകളിലും ഈ മമ്മൂട്ടി ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ഖാലിദ് റഹ്മാൻ എന്നുള്ള ആ ഒരു മോശം പോസ്റ്ററും ആ ഒരു പോസ്റ്ററും ഒക്കെ തന്നെ ഈ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്, ഇതിന്റെ നിർമ്മാതാവായ ഷെറീഫ് മുഹമ്മദ് ഒരു കോട്ട് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. ആ കോട്ട് വളരെയധികം വൈറലായി മാറി. ഇതെല്ലാം ഈ സിനിമയുമായി കണക്ട് ചെയ്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണോ എന്നൊരു ചോദ്യവും കൂടെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രോജക്റ്റ് ഡ്രോപ്പായോ? ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പോഴും ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ പേജിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അവരുടെ ഫസ്റ്റ് പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് മമ്മൂട്ടി ഇൻറ്റു ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് എന്നതാണ്. ആ പോസ്റ്റ് അവർ നീക്കം ചെയ്തിട്ടില്ല. നീക്കം ചെയ്തിരിക്കുന്ന പോസ്റ്റ് മമ്മൂട്ടി ഖാലിദ് റഹ്മാൻ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് എന്ന ആ ഒരു പോസ്റ്റാണ്. ഇനി അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്ന ഒരു പ്രധാന സംശയം എന്ന് പറയുന്നത് സംവിധായകനെ മാറ്റിയോ എന്നുള്ളതാണ്. അതായത് ഖാലിദ് റഹ്മാനെ ഈ പ്രോജക്റ്റിൽ നിന്നും മാറ്റിയോ എന്നുള്ളതാണ് ചോദ്യം. ഖാലിദ് റഹ്മാനെ മാറ്റിക്കൊണ്ടാണെങ്കിൽ പുതിയ സംവിധായകൻ ആരായിരിക്കും എന്നുള്ളതാണ് വളരെ നിർണായകമായ മറ്റൊരു ചോദ്യം. ഇപ്പോൾ ഈ സംവിധായകനെ മാറ്റുക എന്നത് ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. അത് മലയാളത്തിലും തമിഴിലും ഈ അടുത്തിടെ തന്നെ നമ്മൾ കണ്ട രണ്ട് കാഴ്ചകളാണ്. ഏതൊക്കെയാണ് ആ രണ്ട് കാഴ്ചകൾ? മറന്നെങ്കിൽ ഓർമ്മിപ്പിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് തമിഴ്നാട്ടിൽ നിന്നൊരു ബ്രഹ്മാണ്ഡ പ്രോജക്റ്റ്. തലൈവർ നായകനായി കമൽ ഹാസൻ നിർമ്മിക്കുന്ന ചിത്രം. അത് ആദ്യം ചെയ്യേണ്ടിയിരുന്നത് സുന്ദർ സിയാണ്. സുന്ദർ സി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്തിരുന്നു. അത് തമന്നയും വിശാലും യോഗി ബാബുവും പ്രധാന വേഷത്തിലെത്തുന്ന പുരുഷൻ എന്ന സിനിമയാണ്. ഹിപ്പ് ഹോപ്പ് തമിഴിലാണ് അതിനെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. അതാണ് സുന്ദർ സി ഇപ്പോൾ അടുത്തത് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രോജക്റ്റ്. അതിനിടയിൽ സുന്ദർ സി ആയിരുന്നു ഈ ചിത്രത്തിൻ്റെ സംവിധായകനായിട്ട് വരേണ്ടിയിരുന്നത്. എന്നാൽ എന്തോ കാരണവശാൽ ഒഫീഷ്യലി അനൗൺസ് ചെയ്തതിന് ശേഷം സുന്ദർ സി ആ പ്രോജക്റ്റിൽ നിന്നും പിന്മാറി. സുന്ദർ സി ഒരു വലിയ പോസ്റ്റൊക്കെ ഇട്ടിട്ട് പറഞ്ഞ് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഈ ചിത്രത്തിൽ നിന്ന് മാറേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ പിന്നീടും ഈ സംവിധായകരുടെ ഹണ്ട് തുടർന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഡോൺ സിനിമയുടെ സംവിധായകനായ സിബി ചക്രവർത്തി ഈ പ്രോജക്റ്റിലേക്ക് കടന്നു വരികയും ചെയ്തത്. പിന്നീട് ഒഫീഷ്യലി തലൈവർ 173 എന്ന പ്രോജക്റ്റ് സിബി ചക്രവർത്തിയുടെ കൈകളിലേക്ക് എത്തുകയായിരുന്നു. അതാണ് ആദ്യമായിട്ട്, അതായത് ഇപ്പോൾ അടുത്തിടെ തമിഴ് സിനിമയിൽ വന്നിരിക്കുന്ന ആദ്യത്തെ ഡയറക്ടർ ചേഞ്ച് എന്ന് പറയുന്നത്. മലയാളത്തിലുണ്ട് ഇതുപോലൊരു അനുഭവം. മലയാളത്തിലെ അനുഭവം എന്താണ്? ആഷിഖ് ഉസ്മാൻ്റെ നിർമ്മാണ കമ്പനിയിൽ നിന്നുകൊണ്ട് ലാലേട്ടൻ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം. അത് എഴുതിയിരിക്കുന്നത് രതീഷ് രവിയാണ്. ഛായാഗ്രഹണം ഷാജി കുമാറാണ്. L365 എന്നായിരുന്നു ആ സിനിമ. ഓസ്റ്റിൻ ഡാൻ തോമസ് ആയിരുന്നു ആ ചിത്രത്തിലെ സംവിധായകൻ. എന്നാൽ വളരെ അപ്രതീക്ഷിതമായിട്ട് വളരെ ഒരു ദിവസം രാവിലെ എണീറ്റ് നോക്കുമ്പോഴേക്കും ഓസ്റ്റിൻ ഡാൻ തോമസ് ഈ ചിത്രത്തിൽ നിന്ന് തന്നെ മാറുകയും തരുൺ മൂർത്തി വരികയും ചെയ്തു. പിന്നീട് ഒഫീഷ്യലി ഇതിൻ്റെ നിർമ്മാതാക്കൾ പറഞ്ഞൊരു കാര്യം, ഇത് ആ പ്രോജക്റ്റ് അല്ല, ഇത് മറ്റൊരു പ്രോജക്റ്റാണ് എന്ന് പറഞ്ഞിട്ട് L365 പകരം L366 ആയിട്ടാണ് തരുൺ മൂർത്തി സംവിധാനം ചെയ്ത ഈ ചിത്രം വരുന്നത്. ബാക്കി അണിയർ പ്രവർത്തകരെല്ലാം സെയിം ആണ്. സംവിധായകൻ മാത്രമാണ് മാറിയത്. പ്രോജക്റ്റിൻ്റെ നെയിമും കൂടി അവർ മാറ്റി 365 366 ആക്കി. 365 എന്താണെന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഇങ്ങനെ ഈ സംവിധായകരുടെ ചേഞ്ചുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി ആരാധകരോട് പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു കാരണം, ഈ പ്രോജക്റ്റ് ഡ്രോപ്ഡ് അല്ല. ഈ പ്രോജക്റ്റ് ഡ്രോപ്ഡ് ആണെന്നുള്ള പല പോസ്റ്റുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് വാസ്തവമല്ല. ഈ പ്രോജക്റ്റ് അതുപോലെ തന്നെ ഉണ്ട്. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സും മമ്മൂട്ടിയും തമ്മിലുള്ള ആ ഒരു പ്രോജക്റ്റ് അതുപോലെ ഉണ്ട്. പക്ഷേ ഖാലിദ് റഹ്മാൻ എന്ന സംവിധായകൻ മാറിയിട്ടുണ്ട്. ഖാലിദ് റഹ്മാൻ അല്ല സംവിധായകൻ. ഇനി ബോർഡിൽ വരാൻ പോകുന്നത് ആരാണെന്നുള്ളത് ഉറ്റുനോക്കി കാണാം. ഇപ്പം മമ്മൂട്ടി ആവട്ടെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് വാർത്താ മാധ്യമങ്ങളിൽ വളരെ ശക്തമായി ഇടം പിടിച്ചിരിക്കുകയാണ്. ഒന്ന്, ചത്താപ്പച്ച എന്ന സിനിമയിലെ ക്യാമിയോ വേഷം. അത് പലർക്കും അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. ആ ക്യാമിയോ വേഷം എന്തിനായിരുന്നു? വോൾട്ടർ എന്ന കഥാപാത്രം, ബുള്ളറ്റ് വോൾട്ടറായിട്ടാണ് മമ്മൂട്ടി ആ ചിത്രത്തിൽ എത്തിയത്. എന്നാൽ ആ ക്യാമിയോ അങ്ങോട്ട് എറിച്ചില്ല എന്നതാണ് പലരുടെയും അഭിപ്രായം. എന്നാൽ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മമ്മൂട്ടി അടൂർ ഗോപാലകൃഷ്ണൻ കോമ്പിനേഷനിൽ വരുന്ന 4ാമത്തെ ചിത്രമായ പദയാത്ര, അതിൻ്റെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നു. അനന്തരം മതിലുകൾ, വിധേയൻ, ഈ 3 സിനിമകൾക്ക് ശേഷം മമ്മൂട്ടിയും അടൂറും ഒരുമിച്ച് ചെയ്യുന്ന സിനിമയാണ്. ഭയങ്കരമായിട്ട് പ്രതീക്ഷകൾ കാത്തു നിൽക്കുന്ന, സിനിമാ പ്രേമികൾ വളരെയധികം ഉറ്റുനോക്കുന്ന ഒരു സിനിമയും കൂടിയാണ് പദയാത്ര. പദയാത്രയുടെ ഒരു പോസ്റ്ററൊക്കെ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരുന്നു. ഗ്രേസ് ആൻ്റണിയെ നമുക്ക് ആ വീഡിയോയിൽ കാണാം. മമ്മൂട്ടി കമ്പനിയുടെ ഒഫീഷ്യലി ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വിട്ടിരുന്നു പൂജയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതാണ് മമ്മൂട്ടി കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പിടിച്ചു നിർത്തുന്ന ഒരു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്ത. അതിനിടയിലാണ് ഈ പ്രോജക്റ്റ് ഡ്രോപ്പ് ആയതൊരു ചോദ്യം കൂടെ നിൽക്കുന്നത്. എന്നാൽ പ്രോജക്റ്റ് ഡ്രോപ്പ് ആയിട്ടില്ല, സംവിധായകനെ മാറ്റിയിട്ടുണ്ട് എന്നത് പറയാതെ പറയുകയാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ്. എന്തായാലും ഖാലിദ് റഹ്മാൻ മാറ്റപ്പെട്ടിരിക്കുന്നു. ഖാലിദിൻ്റെ ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം ആലപ്പുഴ ജിംഖാനയാണ്. ജിംഖാന ആവട്ടെ വളരെ എന്താ പറയുക, നീറ്റ് പ്ലോട്ടാണ്. അത് നല്ല രീതിയിൽ തന്നെ എടുക്കുകയും ചെയ്തു. അത്യാവശ്യം നല്ല രീതിയിൽ അത് ഹിറ്റാവുകയും ചെയ്തു. ഖാലിദ് റഹ്മാൻ വൺ ഓഫ് ദ
മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഡയറക്ടേഴ്സ് ആണ് ഇപ്പം അഭിനയിച്ചുകൊണ്ടും ഇരിക്കുകയാണ് ഖാലിദ് റഹ്മാൻ. അതെല്ലാം കാണാം. ഖാലിദ് റഹ്മാൻ വാസ് സ്പോട്ടഡ് ഇൻ ഐ നോബഡി ലൊക്കേഷൻ. പൃഥ്വിരാജ് നായകനായി തന്ന നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ ഖാലിദ് റഹ്മാനെ കണ്ടിരുന്നു. തിരുവനന്തപുരം ലൊക്കേഷനിൽ പൂജപ്പുരയിൽ വെച്ചിട്ട് അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന വേളയിൽ ഖാലിദ് റഹ്മാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഖാലിദും ഇപ്പോൾ മറ്റ് സിനിമകളുടെ തിരക്ക് കാരണമാണോ ഈ പ്രോജക്റ്റിൽ നിന്നും പിന്മാറിയത് എന്നതും അറിയില്ല. അതോ ഇനി കഥാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമായിട്ട് മാറ്റിയതാണോ എന്നും അറിയില്ല. എന്തായാലും സംവിധായകനെ മാറ്റിയതായിട്ട് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സ് പറയാതെ പറയുമ്പോഴേക്കും ഇനി ഓൺ ബോർഡ് വരാൻ പോകുന്നത് ആരായിരിക്കും ഇനി ആ പുതിയ സംവിധായകൻ വരാൻ പോകുന്നത് എന്നൊരു ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്.